പത്തനംതിട്ട ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ കോന്നി നിയോജക മണ്ഡലം മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താൻ കഴിഞ്ഞത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ യു ജനീഷ് കുമാർ 24 ചേരുകയാണ്. ഇത്തവണ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കെ യു ജനീഷ് കുമാർ ഒരു MLA മാത്രമല്ല, ഒരു മന്ത്രിയാകുമായിരുന്നു അല്ലേ? അത് ഈ പാർട്ടിയെക്കുറിച്ച് നല്ല ധാരണയില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യവും പറയുന്ന സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം നേരിട്ടിട്ടുണ്ട്. ആ പരാജയം പാർട്ടി പരിശോധിക്കും. പാർട്ടി പരിശോധിക്കുമ്പോൾ ഞങ്ങൾ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ജനങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണോ തിരുത്തേണ്ടത് അത് തിരുത്തി ജനങ്ങൾക്കൊപ്പം നിന്ന് മുമ്പോട്ട് പോകും. ഇപ്പോൾ കനത്ത തിരിച്ചടി എൽ ഡി എഫ് നേരിടുന്നു. അതിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനം നേരിടുന്ന അണികൾ നേതൃത്വത്തെ തിരുത്തി എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, സ്വാഭാവികമായും CPM-ൻ്റെ കേന്ദ്രങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി 10 വർഷം ഭരണത്തിൽ ഇരുന്നു, ഇനിയൊന്ന് മാറട്ടെ എന്ന ചിന്തയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. അത് പരിശോധിച്ചുകൊണ്ട് എന്തായാലും തിരുത്തി. ആദ്യമായിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പുറകിൽ പോകുന്നത്. ഇതിനു മുമ്പും ഇതിലും ഭീകരമായ അവസ്ഥയിൽ പുറകിൽ പോയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വർദ്ധിത ശക്തിയോടുകൂടി ഭരണത്തിൽ തിരിച്ചു വരും. ഭരണത്തിൽ വരാൻ വേണ്ടിയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവും മറ്റുമൊന്നും. അപ്പോൾ അത് ഞങ്ങൾ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് തിരുത്തി വലിയ നിലയിൽ മുമ്പോട്ട് കൊണ്ടുവരും. ഇപ്പോൾ കോന്നി നിയോജക മണ്ഡലം എൽ ഡി എഫ് ഉറപ്പിച്ചൊരു സീറ്റാണ്. പക്ഷേ അവിടെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് വരുന്നു. 25,000-ലധികം ഭൂരിപക്ഷം കെ യു ജനീഷ് കുമാർ നേടുമെന്ന് പാർട്ടി പോലും ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ 2000-ൽ താഴെ ഭൂരിപക്ഷം. എന്താണ് സംഭവിച്ചതെന്നാണ് ജനീഷ് കുമാർ കരുതുന്നത്? അല്ല, ജനങ്ങളാകെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് കരുതിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ കരുതലില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും കൂടി ഒരു രഹസ്യമായിട്ടുള്ള ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും 34,000 വോട്ട് BJP-ക്കുണ്ട്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 46,000 ഉണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ച A ക്ലാസ് മണ്ഡലം 39,000-ഉം 30,000-ഉം വോട്ട്, ഏറ്റവും അവസാനം മത്സരിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 32,000 വോട്ട് വാങ്ങിയ മണ്ഡലം, A ക്ലാസ് മണ്ഡലം, സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലം ഒറ്റ സുപ്രഭാതത്തിൽ അത് BDJS-ന് നൽകുകയാണ്. അത് BDJS-ന് നൽകിയെന്ന് പറഞ്ഞ UDF കൺവീനർക്ക് ഇവിടെ വന്ന് മത്സരിക്കാൻ വേണ്ടി UDF കൺവീനറും BJP-യുടെ സംസ്ഥാന ലീഡർഷിപ്പും കൂട്ടി നടത്തിയിട്ടുള്ള ഒരു ഡീലായിരുന്നു. അതിനകത്ത് കോന്നി മാത്രമല്ല, കോന്നി, ആറന്മുള, റാന്നി അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ NDA UDF ഡീല് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയെന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. അപ്പോൾ അത് പ്രകടമായിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു തെളിവ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ LDF-ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഇതിനകത്ത് ഇപ്പം തന്നെ കഴിഞ്ഞ തവണ 32,000 പിടിച്ച ഇത്തവണ 15,000 ഉള്ളൂ. UDF ലീഡർഷിപ്പ് തന്നെ അവകാശപ്പെട്ടത് എന്താ? BJP-യുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ജയിക്കും എന്ന് അവർ തന്നെ അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ 2020 കൊടുത്തു റാന്നി. 2020 റാന്നി കൊടുത്തതിന് ശേഷം അവിടെ BJP വോട്ടെല്ലാം കോൺഗ്രസ് നേടുന്നു, അവിടെ UDF ജയിക്കുന്നു. ഇത് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞ റാന്നി കോന്നി ഡീൽ അതിപ്പോഴാണ് പ്രസക്തമാകുന്നത്. ഞങ്ങളിത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ കോന്നിയിൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അവരുടെ കൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയിട്ടുള്ള ആളുകൾ തന്നെ പുറത്തു വന്ന് ഞങ്ങൾക്ക് വിവരങ്ങൾ നൽകിയതുകൊണ്ട് ഞങ്ങൾ ഈ വിവരം തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ തിരുവനന്തപുരത്ത് UDF കൺവീനറുടെ ബന്ധുവായിട്ടുള്ള വ്യവസായിയാണ് ഇതിനെല്ലാം ഇടനില നിന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഈ കേന്ദ്രങ്ങളിൽ നിന്നും പറയപ്പെടുന്നത് അത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു സെക്കൻഡ്, നമുക്കിപ്പോൾ നേമത്ത് ഇപ്പം UDF-ന് അനുകൂലമായി ട്രെൻഡ് ആഞ്ഞടിക്കുക കേരളത്തിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ പിടിച്ചതിൽ 10,000-ലധികം വോട്ട് കുറച്ചാണ് ശബരിനാഥൻ ഇപ്രാവശ്യം പിടിക്കുന്നത്. അവിടെ BJP ജയിക്കുന്നു. കഴക്കൂട്ടത്ത് SS ലാൽ പിടിച്ചതിനെക്കാട്ടിൽ ആയിരക്കണക്കിന് വോട്ട് കുറവാണ് ശരത്ചന്ദ്ര പ്രസാദ് പിടിക്കുന്നത്. അവിടെ BJP ജയിക്കുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൃത്യമായിട്ട് LDF-നും UDF-നും NDA-ക്കും ഉന്നയിക്കും പലതരത്തിൽ. പക്ഷേ അപ്പോഴും നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയെ കെ യു ജനീഷ് കുമാർ വില കുറച്ച് കണ്ടു, അല്ലെങ്കിൽ തനിക്ക് ഈസി വിക്ടറി ഉണ്ടാകുമെന്ന് കരുതി എന്നുള്ളൊരു പ്രതീതി മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അദ്ദേഹം DCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ഈ പറയുന്നത് പോലെ കോന്നിയിൽ
കുറേ കാലമായി കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ പറഞ്ഞതുപോലെ UDF കൺവീനറുടെ അനുജനാണ്. ആ ബന്ധം ഉണ്ട്. അദ്ദേഹം ശക്തനായ സ്ഥാനാർത്ഥി തന്നെ, അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ BJPയുമായി അവർക്ക് കോർത്ത് നിന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചേനേയും. അവരുടെ ആത്മവിശ്വാസം BJPയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ആത്മവിശ്വാസമായിരുന്നു. ഇപ്പോൾ 5 വർഷം പ്രതിപക്ഷത്താണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ മണ്ഡലത്തിലടക്കം കൊണ്ടുവന്നുവെന്ന് MLA അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പല നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനിയും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇനി ഏത് രീതിയിലായിരിക്കും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ? അല്ല, ധാരാളം കാര്യങ്ങൾ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം ടെൻഡർ കഴിഞ്ഞ് തുടങ്ങിയതുണ്ട്. അതെല്ലാം വേഗം പൂർത്തീകരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനെല്ലാമായി അതിൻ്റെ കുറേ എല്ലാം നേടിയിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ഇനി ഏത് നിലയിലുണ്ടായാലും പ്രതിപക്ഷം ആണെങ്കിൽ പോലും മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നന്നായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഞാൻ ഈ ജില്ലയിലേക്ക് വരുമ്പോൾ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ KU ജനീഷ് കുമാർ ഇത്തവണ ജയിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ LDF വീണ്ടും അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്നുകിൽ സാംസ്കാരിക മന്ത്രി അല്ലെങ്കിൽ ടൂറിസം മന്ത്രി. അത് പാർട്ടി അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഇവിടെ നാട്ടുകാരുടെ ഒരു പൊതു അഭിപ്രായമായിട്ട് ഞാൻ കേട്ടൊരു കാര്യമാണ്. അങ്ങനെ ആകാൻ കഴിയാത്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശയുണ്ടോ? അത് ഞാൻ MLA ആവുന്നത് ധരിച്ച ആളല്ല. MLA പാർട്ടി ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ, അത് പാർട്ടി ഏൽപ്പിച്ച് ഏത് ഉത്തരവാദിത്തമാണെങ്കിലും 100% ഭംഗിയായി നിർവഹിക്കുക. അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ജനങ്ങൾ പിന്നെ അവരുടെ ആഗ്രഹവും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ ആ രീതിയിൽ പറയും, പ്രചരിപ്പിക്കും, അത്രമാത്രം. എന്തായാലും മണ്ഡലത്തിൽ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും മണ്ഡലത്തിന് വേണ്ടി 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും എന്നുള്ള കാര്യമാണ് കോന്നി MLA KU ജനീഷ് കുമാർ പങ്കുവെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.